ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധിയാണ് ഷാഫി പറമ്പിൽ MLA അല്ലേ. അദ്ദേഹം ഏതോ ഒരു പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് പാലക്കാട് വെച്ചിട്ട് ഡിവൈഎഫ്ഐയുടെ പിള്ളേർ ഷാഫിയെ നടു റോട്ടിൽ തടഞ്ഞു. സമരം ചെയ്യാൻ ആർക്കും ഇവിടെ അവകാശമുണ്ട്, അത് മാന്യമായ രീതിയിലായിരിക്കണം എന്ന് മാത്രം. എന്നാൽ ഷാഫി പറമ്പിൽ വരുന്ന വാഹനം തടഞ്ഞിട്ട് ഷാഫിയെ പട്ടിയെന്നും നായയെന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് മുദ്രാവാക്യങ്ങൾ വിളിച്ചത്. പക്ഷെ ഷാഫി ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, അങ്ങനെ പട്ടിയെന്നും നായെന്നൊക്കെ വിളിച്ചിട്ട് കേട്ടിട്ട് പോകാൻ ഞാൻ ഒരുക്കമല്ല, അതിന് നിങ്ങൾ വേറെ ആളെ നോക്കണം. ഷാഫി പറമ്പിൽ ആൺകുട്ടിയാണെന്ന് നമുക്കറിയാം. ഷാഫിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്ത്, അതുപോലെ തന്നെ കുറെ യുവ പ്രതിഭകൾ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. ഇവരൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ ഉയർന്നു വരേണ്ട ആൾക്കാരാണ്. കാരണം പല്ല് കൊഴിഞ്ഞിട്ടുള്ള ചില എന്താ പറയുക എലികൾ ഈ പറയുന്ന എല്ലാ പ്രസ്ഥാനത്തിലുണ്ട്. ഇവരാണ് ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ 100 വട്ടം ഞാൻ ആവർത്തിച്ച് പറയും. അത് കമ്മ്യൂണിസ്റ്റിലും ഉണ്ട്, കോൺഗ്രസിലും ഉണ്ട്. കാരണം യുവാക്കൾ വളർന്നു വരുന്നതും യുവാക്കളുടെ ജനപിന്തുണയൊന്നും ഇവർക്കറിയില്ല. ഡിവൈഎഫ്ഐ പോലുള്ള ഒരു പ്രസ്ഥാനം അതിൻ്റെ ആശയങ്ങളെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ ബഹുമാനത്തോടുകൂടി ഡിവൈഎഫ്ഐയുടെ പ്രിയപ്പെട്ട എൻ്റെ സഹാക്കന്മാരോട് എനിക്ക് വളരെ വിനീതമായിട്ട് പറയാനായിട്ടുള്ള ഒരൊറ്റ കാര്യം, ജനാധിപത്യത്തെ അട്ടിമറിച്ച് തൃശ്ശൂരിൽ ഈ കണ്ട വോട്ടൊക്കെ മേടിച്ച് വിജയിച്ചിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ നടക്കുന്ന ഒരു മരവാഴയുണ്ട്, കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹം പുറത്തിറങ്ങി വരുന്ന സമയത്ത് അയാളെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് പ്രതിഷേധിക്കാനായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ഒരു ഉശിരും ഒരു എന്താ പറയുക ഒരു വീര്യം ഒന്നും കാണിക്കാത്തത്? അല്ലെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ ഇപ്പം BJPയുടെ ഒരു നേതാവ് കൃഷ്ണകുമാർ, അദ്ദേഹത്തിനെതിരെ 2 പീഡന കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തത്. ഒന്ന് എറണാകുളത്തും ഉണ്ട്, അതുപോലെ ഒന്ന് പാലക്കാടും ഉണ്ട്. അപ്പം ഇവരെയൊക്കെയല്ലേ നിങ്ങൾ നേരിടേണ്ടത്? ഈ രാജ്യത്ത് CPM-ഉം CPM-ന്റെ ആശയവും സംഘപരിവാർ പ്രസ്ഥാനത്തിന് എതിരെയാണ് എന്ന് പറയുമ്പോൾ പല വിഷയങ്ങളിലും സംഘപരിവാർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് മൗനം പാലിക്കുന്ന ചില നേതാക്കന്മാരും ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഞാൻ അറിയിക്കുന്നത്. കാരണം അവർക്കെതിരെ പോരാടേണ്ടവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പം ഈ പ്രസ്താവനയായിട്ട് വന്നിട്ടുള്ള ആ ഒരു ലേഡി ഉണ്ടല്ലോ, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു സാധനം, അതിന്റെ പിന്നിൽ കളിക്കുന്നത് ആരാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന എത്രയോ തെളിവുകൾ നമ്മുടെ മുമ്പിൽ വന്നു. പക്ഷെ ഇതിനെതിരെ ഒന്നും നിങ്ങളൊരു അക്ഷരം മിണ്ടാതെ എന്തിനാണ് ഇപ്പൊ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണല്ലോ ഈ പറയുന്ന CPM. കേരളത്തിൽ മാത്രമാണല്ലോ ഇവർ രണ്ടുപേരും വിഭജിച്ച് നിൽക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരളത്തിൽ ഭരിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കാണിക്കുന്ന തെമ്മാടിത്തരം കണ്ടില്ല എന്ന് നടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത് അത് ശരിയായൊരു നിലപാടല്ല. എന്തായാലും ഷാഫി പറമ്പിലുമായിട്ടുള്ള ആ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ നിഷ്പക്ഷമായി ഇതിനൊരു മറുപടി പറയണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സമരം ചെയ്യേണ്ടവർ ചെയ്യുക, അതിന്റെ അവകാശങ്ങൾ എല്ലാവരും മാനിക്കുന്നു. പക്ഷെ വേണ്ടാത്ത വർത്താനം വന്ന് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ കേട്ട് പോകുന്നവരാണ്. സമരം ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ കേട്ടിട്ട് പോകാൻ അവരെ മേടിച്ചു പോകാൻ ഒരാളെ നോക്കാൻ പറയണേ കേട്ടോ. ഒരാളെ മേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആര് സമരം ചെയ്തോട്ടെ, സമരം ചെയ്തോട്ടെ, സമരം ചെയ്തോട്ടെ, അതിന് നായ പട്ടി
സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല. സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സമരത്തിൻ്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യാം. ഞാൻ അവരൊരാൾക്കും പരിക്ക് പറ്റരുന്ന പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തിവെക്കാൻ പറഞ്ഞു. വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ്. അവിടെ വന്നിട്ട് നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ അത് കേട്ട് നിൽക്കാൻ വേറെ ആളെ നോക്കണം. ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകരങ്ങാടിയിൽ ആരും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ തന്നെ കാണും. ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ഷാഫി പറമ്പിൽ അല്ലേ. അപ്പൊ പ്രതിഷേധിക്കേണ്ടവർക്ക് മാന്യമായ രീതിയിൽ പ്രതിഷേധിക്കാം. ഷാഫിയും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രതിഷേധിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. പക്ഷേ നായ പട്ടി എന്നുള്ള വാക്കുകൾ വിളിച്ചാൽ അത് കേട്ടിട്ട് പോകാൻ, പേടിച്ചു പോകാൻ ഞാൻ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള പല ആരോപണങ്ങളും അതങ്ങൾ പൊളിയുന്നതാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം നെറികെട്ട പരിപാടികൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പ്രത്യേകിച്ച് ഇത്രയും തരം താന്ന് പോകരുത് എൻ്റെ പ്രിയപ്പെട്ട സഹാക്കളെന്ന് ഒരു റിക്വസ്റ്റാണ് ഞാൻ ഈ പറയുന്നത്. എന്താണേലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിലായിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും